السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على رسول الله وعلى آله وأصحابه أجمعين أما بعد. പിർസത്തോ സഹോദരന്മാരെ, സഹോദരിമാരെ, വേദിക്കലുള്ള പോലത്തെ പണ്ഡിതന്മാരെ, ಗಣ್ಯ ವ್ಯಕ್ತಿಮಾರೆ, ಎಂಡತ್ತೋ ಕಾರ್ಯಕ್ರಮತ್ತೋ ಅಧ್ಯಕ್ಷತೆ ವಹಿಸಿയ ಅಧ್ಯಕ್ಷರೇ, അതേപോലെ ഈ സഭാംഗണത്തെ എതിരിൽ നിന്നെടുത്തുള്ള ദച്ചിത്തുള്ള എല്ലാ ಹಿರಿಯಂಗയും സഹോദര സഹോദരിമാരെ, ലാന്ദെ ഖുർആൻ പൊനേലാമത്തെ ಹಂತത്തെ പരീക്ഷരെ നടന്നിട്ട് ಅದರ ವಿಜೇತಮಾರ್ಗೆ ಬಹುಮಾನ ವಿತರಣಾ ಕಾರ್ಯಕ್ರಮವು ತೌಹೀದಿಗೆ ಆದ್ಯತೆ ನೀಡುವ, ಸುನ್ನತ್ ಪ್ರಕಾರ ಜೀವಿಸುವ എന്ന ಧ್ಯೇಯವಾಕ್ಯದ നടന്നുകൊണ്ട് വന്ന അഭിയാനത്തെ സമാരോപ സമ്മേളനമായിട്ട് ഇതിൻ്റെ നടക്കുക പോണ്ടത് നടന്നുകൊണ്ടുള്ളത്. സ്വബൈക്ക് ಶಿಕ್ಷಕಿಮಾರതും ഉച്ചയ്ക്ക് മഹിളാ സമാവേശവും ഇപ്പോൾ സമാരോപ സമ്മേളനം നടന്നുകൊണ്ടുണ്ട്. ലാന്ദ ഖുർആൻ്റെ ഈ ಯೋಜನೆ SKSം അതിൽ അധീന സംസ്ഥയിട്ടുള്ള SCB, അതേപോലെ SGM, അതേപോലെ SKSം യൂത്ത് വിങ്, റിയാദിലെ പ്രവർത്തിക്കുന്ന പോലത്തെ KSF, അതേപോലെ MGM റിയാദ് കന്നഡ സെക്ഷൻ ಈಗ ജಂಟಿയായിട്ട് നടത്തിക്കൊണ്ട് വന്നുകൊണ്ടുള്ള പോലത്തെ ഒരു ಯೋಜನೆಯಿತಿക്ക് ഇതിപ്പോൾ 17ാമത്തെ ಹಂತത്തെ എക്സാം തീർത്ത് 18ാമത്തെ ಹಂತത്തെ ബുക്ക് കൂടെ റിലീസായി. ഇതിൽ ആയിരക്കണക്കിന് ആളന്മാർ പരീക്ഷ എഴുതിയാറ്. ഈ പെട്ട 1300 ചില്ലര ആളന്മാർ പരീക്ഷ എഴുതിയാറ്. അതിലെ ബെനിഫിറ്റ് അങ്ങ് പഠിച്ചിട്ട് അതിൽ ചെമ്മത്താളന്മാർ അതിൽ ഫായ്ദ എടുത്താറ്. ഇനി ബാക്കിയുള്ള ಹಂತ ಬರುಂಬತ್ತಿಗೆ 18ാമത്തെ ಹಂತത്തെ ബുക്ക് റിലീസായിട്ട് ഇതിൽ നിങ്ങൾ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു കോപ്പി എടുത്തുകൊണ്ട് പോകണം. ഈ ಯೋಜನೆರೊಟ್ಟಿಗೆ നിങ്ങൾ എല്ലാവരും കൈ ജോಡಿಸೋ. ഖുർആൻ ചെല്ലത് അള്ളാഹുരെ പവിത്ര ഗ്രന്ഥായിട്ടിരിക്കും. നിശ്ചയമായിട്ടും ഈ ഖുർആൻ അള്ളാഹുൽ നിന്ന് കിട്ടിയ പോലത്തെ മഹാൻ അനുഗ്രഹത്തിൽപ്പെട്ട ഒരു അനുഗ്രഹമായിട്ടിരിക്കും. അതിൽ നിജമായ നേരായ മൗല്യത്തോ അതിലെ ടേസ്റ്റ് അനുഭവിച്ചെങ്കേ അറിയൂ. നിശ്ചയമായിട്ടും അള്ളാഹുരെ ഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ പാരായണ അള്ളാഹുരെ സ്മരണയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അത്യുന്നതമായ ഹന്തത്തിലുള്ള ഒരു സ്മരണയായിരിക്കരുത്. എന്തൊക്കെ ചെന്നെങ്കിൽ അള്ളാഹുരെ വചനത്തെ ഖുർആൻ്റെ ആയത്തിലോ ഓതുന്നതിന് സമാനമായ സ്മരണ വേറെ ഏതുമില്ല. അത്രയും പ്രതിഫലാർഹമായ ഒരു കിതാബായിട്ട് ഖുർആൻ. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലൗ ബിഹി ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ആരെങ്കിലും ഒരാൾ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് ഓതിയെങ്കിൽ, ഹർഫ് ഓതിയെങ്കിൽ, ഒരു അക്ഷരം ഓതിയെങ്കിൽ അവനക്ക് അത് ഒരു പുണ്യമുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ. അത് 1-10 പട്ടിയാറ് അവനക്ക് പ്രതിഫലമായിട്ട് കിട്ടി അള്ളാഹു യാറാക്കി കൊടുക്കുക. ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം ചെല്ലത് ഒരു ഹർഫുൻ നാ ചെല്ലില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലോ. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ലാം ചെല്ലത് ഒരു ഹർഫായിട്ടിക്കറ്, മീം ചെല്ല ഇനൊരു ഹർഫായിട്ടിക്കറ്, ലാം ചെല്ലത് ഇനൊരു ഹർഫായിട്ടിക്കറ്. അലിഫും ലാമും മീമും 3 അക്ഷരമായിട്ടിക്കറ്. 3 അക്ഷരം ഒരാൾ ഓതിയെങ്കിൽ 30 പ്രതിഫലം കിട്ടും. ഇങ്ങനെ പ്രതിഫലനക്ക് വാഗ്ദാനാക്കിற പോലത്തെ ഒരേ ഒരു ഗ്രന്ഥവും ദുനിയാവിൽ ഖുർആൻ്റെ പുട്ടം വേറെ ഏതുമില്ല. ഞങ്ങൾ ഖുർആൻ്റെ എക്സാമുക്ക് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ധാർമ്മികമായ കാര്യക്രമത്തെ വിളിക്കുമ്പോൾ, ഞങ്ങളെ ആരെങ്കിലും സംഘടകന്മാർ ആഹ്വാനാക്കുമ്പോൾ ഞങ്ങൾ അത് ഹിഞ്ചരിയാണ്ട് പെരോചാറാണ്ട് മുന്നുകേണ്ടത് ഞങ്ങളെ ബാധ്യതയായിട്ടിക്കറി. എന്ത് കാര്യക്രമം ഇന്നെങ്കിലും ഞങ്ങൾ അത് വിളിക്കുമ്പോൾ കുറേ ആളന്മാർ ചെല്ലാറ് ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടോ, ഞങ്ങൾക്ക് സ്വരമുണ്ടോ, ഞങ്ങൾക്ക് അതുണ്ടോ, ഞങ്ങൾക്ക് ഇതുണ്ടോ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിളിക്കുമ്പോൾ
അള്ളാഹുവിന്റെ മാർഗത്ത് വിളിക്കുന്നേക്കാളും ഏറ്റവും നല്ല പലക്ക ചെല്ലങ്ങ് ആരുള്ളാറുണ്ട് അള്ളാഹു കേൾക്കറ. അള്ളാഹുരെ ഖുർആന്റെ കടക് സുന്നത്തിലെ കടക് വിളിക്കുന്ന പ്രോഗ്രാം എവിടെ എന്തെങ്കിലും അതിനങ്ങ മുന്നുഗണു ഫസ്റ്റ് സഫൽ ബന്ധിക്കണു. നോക്കൂ, തബൂക്ക് യുദ്ധത്തെ സന്ദർഭ. തബൂക്ക് യുദ്ധത്തെ സന്ദർഭത്തിൽ ബറകാളെ തങ്ക് അതുമല്ലാണ്ട് ദൂരത്തെ റായത്ത് മദീനത്ത് നിന്ന് സഫർ പോണു. തബൂക്ക് ചെല്ലും ദൂരത്തെ റായറ്റിക്കറ്. അതുമല്ലാണ്ട് ആർത്ഥികമായിട്ട് അങ്ങ് ഹിന്നടലിന്നാറ്. അതുമല്ലാണ്ട് നാലാമത്തെ കാരണ ഈത്ത പല പൽക്കൊകു റെഡിയായിട്ടുണ്ടു. അത് കൊറിയ നാളുകൾ ഞങ്ങൾ ഈത്ത പല പൽത്തിട്ട് ഇതാ അങ്കതിൽ ആർത്ഥികമായ ലാഭ കിട്ടക പോണ്ടു. ആ സന്ദർഭത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ തബൂക്ക് യുദ്ധത്തേക്ക് പോണു ചെന്ന് വിളിക്കരുത്. ആ സമയത്തിൽ അങ്ങളെ മനസ്സിൽ തെല്ല് ഒരു അതൃപ്തി ഉണ്ടായപ്പ. നോക്കൂ, ഞങ്ങളെ കാര്യക്രമത്തേക്ക് വിളിക്കുമ്പോൾ ഇപ്പോൾ ഫുട്ബോൾ മാച്ച് നടന്നുകൊണ്ടുണ്ടു, ഞങ്ങൾ ഫുട്ബോൾ മാച്ച് നോക്കൊണ്ടു. അല്ലെങ്കിൽ ക്രിക്കറ്റ് നടന്നുകൊണ്ടെങ്കിൽ ക്രിക്കറ്റ് നോക്കൊണ്ടു. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേളമ അത് ഇത് തുടങ്ങുന്നുണ്ട് അതിക്ക് പോകുന്നുണ്ട് ചെന്ന് ഇതിക്ക് പെരോചാറാറ്. അള്ളാഹുര സുബ്ഹാനഹു വ തആല അങ്ങലോട്ട് എന്ത്ര ചെന്ന് കൊന്തുണ്ട ഖുർആനിൽ സൂറത്ത് തൗബരെ 38-ാമത്തെ ആയത്ത് അള്ളാഹു ഇറക്കി ചെല്ല, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്. ഏ മുഅ്മിനീങ്ങളെ സ്വഹാബാക്കന്മാരെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലോ, ഏ മുഅ്മിനീങ്ങളെ നിങ്ങളെ അള്ളാഹുരെ മാർഗത്തേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർദ്, നിങ്ങ ഭൂമിക്ക് അമരി പോയാറാ, നിങ്ങ അതിരക്കിടക്ക് ബണ്ട വിഷയത്തിൽ മടി കാട്ടിയാറാ. അറദീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, ആഖിറത്തിലെ ജീവിതത്തിലെ എതിരിൽ ദുനിയാവുടെ ജീവിതത്തിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാറാ. ഫമാ മതാഉൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, ദുനിയാവുടെ ജീവിത ചെന്നെങ്കിൽ ആഖിറത്തിലെ ജീവിതത്തിലെ എതിരിൽ തുച്ഛമായതേറ്റിക്കര്. ദുനിയാവുരെ ഹെഗ്ഗളിക്കൽ കിട്ടകൂ, ദുനിയാവുരെ ലാഭ കിട്ടകൂ. ഞങ്ങ ദീനിയായ പ്രോഗ്രാമറെ അവഗണിച്ചിട്ട് അതുക്ക് പോകേണ്ടെങ്കിൽ ഈ ആയത്തിൽ ഇറക്കിയിട്ട് അള്ളാഹുരെ സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വഹാബാക്കന്മാർക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അവസ്ഥ എന്ത്ര മുഅ്മിനീങ്ങളെ, ഞങ്ങളെ അവസ്ഥ എന്തോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങ ദീനിയായ എന്ത് കാര്യക്രമയും ഉണ്ടെങ്കിൽ വിളിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പെരോചാര തീര ഇല്ലാണ്ട്. ഖുർആന്റെ എക്സാമിലു 1300 ആളല്ല ദയിക്കേണ്ടത്, 2000-3000 ആളെ മറുതിക്കോണു. ഞങ്ങൾ എത്ര തൗഹീദരങ്ങളുള്ള ഞങ്ങളെ കമ്മിറ്റങ്ങയും പ്രതി ഒരാളും എക്സാം എഴുതണു. എക്സാം എഴുതിച്ചെന്നു ചൊമ്മ കഷ്ടന്തു ഇല്ലല്ലോ മോമിനിങ്ങളെ, നിങ്ങൾ ഒന്നുണ്ടല്ലേ, നിങ്ങൾ എഴുതിയങ്ങല്ലേ, നിങ്ങൾ അതിൽ ഭാരവാഹിമാരല്ലേ. നിങ്ങൾ ഖുർആന്റെ ഒരു അക്ഷര പഠിച്ചെങ്കിൽ അതിൽ പ്രതിഫലം ഞങ്ങൾക്ക് ഒന്നൈത്തല്ല അള്ളാഹു നബി ചെന്നത്. ഒരു ക്വസ്റ്റ്യൻ ഇന്നെങ്കിൽ അതിൽ അണ്ടറിൽ 4 ഓപ്ഷൻ ഉണ്ട്, ടിക്കാക്കുക മാത്രമുള്ളതായ ഓപ്ഷൻ അല്ലേ. ഒരു ഖുർആന്റെ ബുക്കിൻ്റെ പോമത്തെ എടുത്തോണ്ട് പോയിട്ട് അതിലെ പ്രതിഫലത്തിന് അർഹനാവറു. ആ എക്സാം എഴുതറു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണത്തെ വേളയിൽ കരഞ്ഞോണ്ടുണ്ടു. ആളമാറി കേട്ടാറ്, അബൂ ഹുറൈറ എന്ത് കയറ്റി കരഞ്ഞോണ്ടുള്ളാറ്, എന്ത് കയറ്റി പുൽപ്പിട്ടോണ്ടുള്ളാറ്. ദുനിയാവിൽ നിന്ന് മരിച്ചു പോകേണ്ടതായ ഈ സുഖ സൗകര്യത്തിൽ നിന്ന് ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിങ്ങൾ എണ്ടായിട്ട് പോകണ്ടോ, അതിനെ പേടിച്ചിട്ട് നിങ്ങൾ കരഞ്ഞോണ്ടുള്ളാറാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫീ മറദിഹി, അയാളെ രോഗത്തെ സീക്ക് ബാധിച്ച് മരിക്കുക പോകേണ്ടതായ ടൈമിലുള്ളതായ കരച്ചലെത്തിക്കറ്, ബുൽപ്പായിത്തിക്കറ്. അതുകെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലി, അമ്മാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഈ ദുനിയാവിലെ സുഖ സൗകര്യ എണ്ടായി പോണ്ടു, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ മരണപ്പെട്ടു പോണ്ടേ എന്ന കാര്യത്തെ ആലോചനാക്കിയിട്ടല്ല നാക്കറിയറ്. വലാകിന്നി അബ്കി ലിബുഅദി സഫരി വഖില്ലതി സാദി, ഞാൻ ബുൽപ്പിട്ട് എന്ത് കൊണ്ടുണ്ട നന്റെ സഫർ ദീർഘമുണ്ടോ, ഞാൻ മരിച്ചു പോയെങ്കിൽ ദീർഘമായ സഫറുണ്ട് മാത്ര നന്റെ ഒട്ടുക അതുകൊള്ളതായേ എന്ത് പ്രിപ്പറേഷൻ അത് കുറടിയുണ്ടോ. അബൂ ഹുറൈറ ചെല്ലോ, അബൂ ഹുറൈറ ആറ് മോമിനിങ്ങളെ, അബൂ ഹുറൈറ ആറ്. അബൂ ഹുറൈറ ചെന്ന ഏറ്റവും ഹദീസ് റിപ്പോർട്ടാക്കിയ മഹാനായ സ്വഹാബി ആയിത്തിക്കര്. ആ സ്വഹാബി റളിയല്ലാഹു അൻഹു അയാൾ ചെല്ലുണ്ടായെങ്കിൽ ഞങ്ങൾ എത്ര അമലാക്കിയ ഖുർആന്റെ വിഷയത്തിൽ എത്ര ഞങ്ങ വലിയ സമ്പാദനാക്കിയാണ്. ഖുർആൻ പഠിച്ചാണ്, ഖുർആന്റെ ആശയത്തെ സ്വീകരിച്ചാണ്, ഖുർആനുമായി ബന്ധപ്പെട്ടാണ്. ഒരു നാൾക്ക് ഒരു പേജെങ്കിലും ഓതണ്ടേ, ഞങ്ങ ഒരു ആയത്തെങ്കിലും ഓതണ്ടേ, ഒരു അക്ഷരങ്ങളും പഠിക്കണ്ടേ, ഒരു ആയത്ത് പഠിച്ചിട്ട് അതിലെ ആശയത്തോ ഉൾക്കൊള്ളണ്ടേ. സ്വഹാബാക്കന്മാർ 10 ആയത്ത് പഠിച്ചെങ്കിൽ ആ 10 ആയത്തോ
ആ ജീവിതത്തിൽ അളവടിച്ച് അവിടത്തോളം പൊരുന്നാമത്തായത്ത് പഠിക്കില്ല. അതിന് ആശയത്തെ സ്വീകരിക്കാറങ്ങ സ്വഹാബാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ക്ലാസ്സിക്ക് പോകേണ്ടതായ ടൈമിലു ഇതാ സ്വർത്തുക്ക് പോകേണ്ട ആള് ഇതാ ഒരു നാൾ ക്ലാസ്സിക്ക് പോകണ്ടു. അയാള് അണ്ട് സ്വർത്തുക്ക് പോകണ്ടില്ല. ഇന്നൊരു സ്വഹാബി എത്തിക്കറ് സ്വർത്തുക്ക് പോകണ്ടോ. പിറ്റേണ്ട് സ്വർത്തുക്ക് പോയതായ സ്വഹാബി നബിയുടെ ക്ലാസ്സിക്ക് പോകണ്ടു. ഫസ്റ്റ് ഒരു നാൾ മുന്നോട്ട് പോയ സ്വഹാബി ആ സ്വർത്തുക്ക് പോയ ആൾക്ക് അയാൾ നബിയിൽ നിന്ന് പഠിച്ചതായ വിഷയത്തോ ഷെയർ ആക്കറ്. അത്രയും ദീന്റെ വിഷയത്തിൽ ഇൽമ നേടകൂ വലിയ ആവേശ കാട്ടിടുന്ന സ്വഹാബാക്കന്മാർ. അതുകൊണ്ട് ഞങ്ങൾ എതിരിൽ ലേന്ത ഖുർആൻ ചെല്ല ഈ മഹത്വമേറിയതായി യോജനക്കുമ്പത്തേക്ക് അതിക്ക് ഞങ്ങ എതിർ പറയണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നോ അള്ളാഹുരെ പള്ളിയിൽ വെച്ചിട്ട് ഏതെങ്കിലും പള്ളിയിൽ നിങ്ങൾ ഒട്ടു സേരിയാറ് എന്തൊക്കെ സേരിയോ ദിനിയാവുരെ ഏതെങ്കിലും രാജകീയമുണ്ടകല്ല. പള്ളിയിൽ വെച്ചിട്ട് എന്തെല്ലാം ഉണ്ടകയില്ല മോമിനിങ്ങളെ. പള്ളിയിൽ വെച്ചിട്ട് യത്ലൂന കിതാബല്ലാഹ് അല്ലാഹുവിന്റെ കിതാബിനെ പാരായണാക്കൂ വയതദാറസൂനഹു അതിനെ പഠിക്കൂ. അങ്ങനത്തെ ആളന്മാർക്ക് പള്ളിയിൽ ഒട്ടു ചെയ്ത് അങ്ങനെ ആക്കിയെങ്കിൽ ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന അങ്ക് അല്ലാഹുവിന്റെ കടലിൽ നിന്ന് സക്കീനത്ത് ശാന്തിയും സമാധാനവും അല്ലാഹു ഇറക്കി കൊടുക്കുക. വഗശിയതുഹുമുർ റഹ്മ ആ ഖുർആൻ പഠിക്കുന്നതായ ആ മജ്ലിസിക്ക് ആ പള്ളിക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത് പൊതിയിറ്. വഹഫതുഹുമുൽ മലായിക മലായികത്തുമാർ ആ റഹ്മത്തിലെ മലായികത്തുമാർ ആ സഭയ്ക്ക് ചുറ്റുവരിയാറ്. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദ അല്ലാഹുവിന്റെ മുട്ടുള്ള മലായികത്തുമാരിട്ടു പ്രശംസാക്കറ. അത്രയും മഹത്വമേറിയതായ വിഷയത്തിൽ ഖുർആൻ പഠിക്കുന്നത് ഇത്ര വലിയ മഹത്വ ഇക്കുമ്പത്തേക്ക് ഞങ്ങൾ എന്തുകൊണ്ടെത്തു ഖുർആന്റെ ആളാവില്ല, ഖുർആന്റെ വിദ്യാർത്ഥിയാവില്ല. ഞങ്ങൾ എതിർ പറഞ്ഞു ഞങ്ങൾ ഖുർആൻ പഠിക്കണങ്ങാവണു. ഒരിക്കലും ഷെൽഫിൽ വയ്ക്കുള്ളതല്ല ഖുർആൻ, ഷെൽഫിൽ വയ്ക്കുള്ളതല്ല. ചന്തത്തെ ബൈൻഡ് കൊണ്ടിട്ട് എൻ്റെ ഔത്തുൽ ഖുർആൻ തഫ്സീറുണ്ടു, എൻ്റെ ഔത്തുൽ ഖുർആൻ ട്രാൻസ്ലേഷൻ ഉണ്ട് കാട്ടുകല്ല. ആ ഷെൽഫിൽ എടുക്കൊരു അതിൽ അള്ളാഹു വിളിക്കറ യാ അയ്യുഹല്ലദീന ആമനു മോമിനീങ്ങളെ വിളിക്കറ. ബിസിനസ് ഇക്കട്ട് സൊറയിക്കട്ട് എന്ത് ബിസി ഉണ്ടെങ്കിലും എല്ലാം തീർന്നിട്ട് മരണപ്പെട്ടു പോകേണ്ട ഒരു നാളില്ലേ. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വഅബി. മനുഷ്യ അവൻ്റെ ഉമ്മൽ നിന്നും അബ്ബൽ നിന്നും പെഞ്ഞായിൽ നിന്നും മക്കൾ നിന്നും എല്ലാരിൽ നിന്നും ഓടിത്ത് അണ്ട് നഫ്സി നഫ്സീൽ ചെല്ലുന്ന നാള് ഖുർആൻ പഠിക്കാത്തങ്ക് രക്ഷനുണ്ടാ, ഖുർആൻ പഠിക്കാത്തങ്ക് രക്ഷനുണ്ടാ, നബിയുടെ സുന്നത്ത് പഠിക്കാത്തങ്ക് രക്ഷന് കിട്ടുക ബച്ചവാവുക സാധ്യമുണ്ടാ. അത് കഴിത്ത് ഞങ്ങ ഖുർആന്റെ നിർലക്ഷിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുണ്ട് മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആന കൽ ഉത്റുജ്ജതി തഅമുഹാ തയ്യിബുൻ വരീഹുഹാ തയ്യിബുൻ. ഖുർആന്റെ പാരായണാകൃതായ ആളെ ഉദാഹരണം ചെന്നെങ്കിൽ എന്തിക്കറ് ഒരു നിംബെ ഹണ്ണുര പോലെ നല്ല ടേസ്റ്റുള്ള മധുരമുള്ള ഒരു നിംബെ ഹണ്ണുര പോലെ അതിലെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഐത്തിക്കറ്. വരീഹുഹാ തയ്യിബ് അതിലെ മണവും നല്ലതൈത്തിക്കറ്. അങ്ങനത്തെ ഒരു ഉദാഹരണം ഐത്തിക്കർ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണാക്കരങ്ക് ഉദാഹരണം കൊടുത്തത്. അപ്പൊ ഇങ്ങനത്തെ എത്ര മഹത്വം ഉണ്ട്. നാളെ ഖിയാമത്തുണ്ട് ഞങ്ങൾക്ക് ഷിഫാറസാക്കറി കിതാബ് പരിശുദ്ധ ഖുർആൻ. നാളെ ഞങ്ങൾക്ക് ഖിയാമത്തുണ്ട് ഷിഫാറസാക്കറ് ഞങ്ങളൊട്ടു ഞങ്ങൾക്ക് റെക്കമെൻഡ് ആക്കറ്. ഇതാ ഖുർആൻ ചെല്ലിച്ചാ ഓന് ചാവ് ഉറക്ക് വിട്ടത് ഖുർആൻ ഓതിരാ പഠിച്ചിരാ ഓടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത് ചെല്ലതായ രീതിയിലുള്ള റെക്കമെൻഡ് ഷിഫാറസ് നാളെ ഖുർആൻ ആക്കുന്നുണ്ടായെങ്കിൽ ഖുർആന്റെ ആലാവണ്ടേ ഞങ്ങ അത് കഴിത്ത് ഞങ്ങൾ ആരും മറക്കാണ്ട് ഒരിക്കലും അവൾക്ക് എല്ലാ കളിയാണ്ട് ഞങ്ങൾ എതിരിൽ മൊബൈലിലും ഖുർആന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ഔത്തുലും ഉണ്ട്. ഇത് ലേന്ത ഖുർആന്റെ ഈ 18ാമത്തെ ഹന്തത്തെ ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷും കന്നഡം വരുമ്പോഴത്തേക്ക് ഒരു കോപ്പി എടുത്തിട്ട് ഡെയിലി ഡിസംബർ തോളം ടൈം ഉണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതകൂ. അത്രത്തോളം നിങ്ങൾ ഡെയിലി പഠിക്കൂ, ഓരോ നാൾ പഠിക്കൂ. ഒന്നും നിങ്ങൾക്ക് വേസ്റ്റ് ഇല്ല. ഖുർആൻ പഠിക്കുന്നതായി ഓരോരോ സന്ദർഭവും ഓരോരോ നിമിഷവും ഖുർആൻ കേൾക്കുന്നതാവട്ടു അർത്ഥം പഠിക്കുന്നതാവട്ടു ഖുർആനുമായിട്ട് ബന്ധപ്പെട്ട എന്തും ഞങ്ങൾക്ക് ലോസേ ഇല്ല, എല്ലാം ഞങ്ങൾക്ക് പ്രതിഫലത്തിക്കറ്. അത്ര മഹത്വമേറിയ ഖുർആന്റെ ഞങ്ങ എപ്പോഴും ഞങ്ങൾ നെഞ്ഞിൽ വെച്ചിട്ട് അർക്കി പിടിച്ചിട്ട് ഈ നെഞ്ഞിലെ ഉൾക ഈ ഹൃദയത്തെ ഉൾക മനുഷ്യന്മാരെ ആ ഹൃദയത്തെ അന്തരാളത്ത് അതിരെ അർത്ഥവും അതിരെ ആശയവും പ്രവേശിക്കോടൂ എന്നെങ്കിൽ നാളെ ഖുർആൻ നിങ്ങൾക്ക് ശിഫാറസാക്കൂ.
നാളെ ഖുർആൻ ഞങ്ങളെ രക്ഷപ്പെടുത്തു ഏതിൽ നിന്ന്? ഈ നരകത്തെത്തിയിൽ നിന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിக்கிறോ, ഖുർആനെ പഠിച്ചിട്ട് അതുപോലെ ജീവിക്കുന്നതായ യഥാർത്ഥമായ ഖുർആന്റെ വിദ്യാർത്ഥിമാർ ഞങ്ങളെ ചേർപ്പാടി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആന്റെ ഇല്ലാത്ത ഖുർആന്റെ യോജന തുടങ്ങിയ പോലത്തെ അർഷദും അതേപോലെ അബു അർഷദും അതുപോലെ അതിനെ വഹിച്ചിട്ട് ഉടനങ്ങ പ്രവർത്തനാക്കിക്കൊണ്ടുള്ള പോലത്തെ അത് SKSM-ഉം അതിൽ അംഗസംസ്ഥയായിട്ടുള്ളതായ SCB-യും SGM-ഉം KSF-ഉം അതേപോലെ MGM റിയാദും SKSM യൂത്ത് വിങ്ങും എല്ലാവർക്കും അതിലെ പെരോലു മേനത്താക്കിയുള്ള ചെമ്മ സ്ട്രഗിൾ ആക്കാനുള്ളതായ എല്ലാവർക്കും അല്ലാഹു തക്കതായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് ഇതിന് തക്കതായ പ്രതിഫലം തന്ന ജന്നാത്തുൽ ഫിർദൗസ് തന്ന അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയതായ എത്രമാ നേതാക്കന്മാരുള്ളാറ്. ഞങ്ങൾ SKSM നേതാക്കന്മാർ ഇസ്മായിൽ ഷാഫിരെ പോലെ, അബുച്ചറെ പോലെ, അതേപോലെ റീസെൻ്റ്ലി മരണപ്പെട്ടു പോയതായ ഇവൻ അബ്ദുൽ റസാഖ് ഹാജിരെ പോലെ അല്ലാഹു അങ്ങ് പരലോകത്തിൽ അങ്ങ് ആക്കിയതായ ഈ തൗഹീദ് മാർഗത്തിൽ സേവാക്കിയതിന് തക്കതായ പ്രതിഫലം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ആലിമീങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ ദായിമാർക്കും ഇനും ഈ ദീൻ്റെ മാർഗത്തിൽ യാറ് തൗഹീദ് ചൊല്ലകും തൗഹീദ് ആശയത്തെ പ്രചാരാക്കുകയും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.